നമസ്കാരം. കൂലി കൂലി സിനിമയുടെ തുടക്കത്തില് ഈ രജനീകാന്തിന്റെ 50 years ഓഫ് രജനീകാന്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഭവം കാണിച്ചിട്ടുണ്ട്, ഒരു ആനിമേഷൻ പോലെ. നമ്മുടെ ഈ ലിയോയ്ക്കകത്ത് വിജയുടെ പേര് ഇത് കാണിക്കത്തില്ലയോ, തളപതി വിജയ് അതുകൂട്ട് അതിന്റെ ഒരു വേറൊരു വേർഷൻ അത് കാണിച്ചത് തന്നെ ഗംഭീരമായിട്ടുണ്ട്. അതിനുശേഷം സിനിമയിലേക്ക് വരുന്ന സമയത്ത് മിസ്റ്റർ ലോകേഷ് കനകരാജ്, എനിക്ക് പേഴ്സണലി ഈ സിനിമ കുറെയൊക്കെ ലോകേഷ് കനകരാജിന്റെ കയ്യിൽ നിന്ന് പോയതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സിനിമ കാസ്റ്റിംഗ് കൊണ്ട് റിച്ച് ആണ്. ആരെല്ലാമാണ്? തമിഴിൽ നിന്ന് തലൈവർ സൂപ്പർ സ്റ്റാർ രജനി, മലയാളത്തിൽ നിന്ന് സൗബിൻ ഷാഹിർ, അതുപോലെ കന്നഡയിൽ നിന്ന് റിയൽ സ്റ്റാർ ഉപേന്ദ്ര, തെലുങ്കിൽ നിന്ന് കിങ് നാഗാർജുന, പിന്നെ ഹിന്ദിയിലെ ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള അമീർ ഖാനും. ഇത്രയും പേരെ, ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ കൊണ്ട് കാസ്റ്റിംഗ് അതിസമ്പന്നമാണ്. അതിന്റെ കൂട്ടത്തിൽ സുധിഹാസനും. പക്ഷേ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വൈസ് ഈ സിനിമ കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള ത്രെഡാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ത്രെഡ് തന്നെയാണ് സിനിമയുടെ സ്റ്റോറി. നൻപനെ ഒരാളെ കൊല്ലുന്നു, ആ കൊന്ന ആളെ കണ്ടുപിടിച്ച അയാളെ കൊല്ലുന്നു. ഇത് തന്നെയാണ് ഇതാണ് വൺ ലൈൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് സിനിമയുടെ സ്റ്റോറിയുടെ കാര്യത്തിൽ. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. കാരണം ചെറിയ ത്രെഡ് വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ രജനീകാന്തിന് തന്നെ ജയിലർ എന്ന് പറയുന്ന സിനിമ ഈ തരത്തിൽ ചെറിയൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷെ ആ സിനിമ ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് അതിനകത്ത് ഗംഭീരമായിട്ടുള്ള കാര്യം. അതുപോലെ ഒരു സംഗതി ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഈ സിനിമയ്ക്കകത്ത് ഈ ആക്ടേഴ്സിന്റെ സ്ക്രീൻ പ്രസൻസും അവരുടെ ഡയലോഗ് ഡെലിവറിയും അവരെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഓറ ഉണ്ടല്ലോ, അതെല്ലാം ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി രജനീകാന്ത് ഇതിനകത്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, മറ്റേ ചികിട്ട് സോങ് ഉണ്ട് തുടക്കത്തിൽ, ആ സമയത്ത് ഡാൻസ് ചെയ്യുമ്പോഴുള്ള ഇതായിക്കോട്ടെ, അതിനകത്തെല്ലാം പുള്ളി എങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഉള്ള ഒരു വാവ് ഫാക്ടർ ഉണ്ട്. അത് ഈ സിനിമയിൽ ഉടനീളം ഉണ്ട്. പിന്നെ പുള്ളിയുടെ സ്റ്റൈൽ അറിയാമല്ലോ, മറ്റേ ഇതിനകത്ത് കപ്പലണ്ടി കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു. അതുപോലെ സിഗരറ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത്, പിന്നെ അങ്ങനത്തെ അദ്ദേഹത്തിന്റെ കുറെ സ്റ്റൈലുകളും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് സ്റ്റൈല് കാണിച്ച് കോമഡി ആയിട്ടുള്ള സാധനമുണ്ട്. ഈ പറയുന്ന രജനീകാന്ത് ഫോണിനകത്തെ ഒരു പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് എടുക്കാവുന്ന സുധിഹാസന് ഒഴിക്കുന്നു. സുധിഹാസൻ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രജനീകാന്ത് അങ്ങനെ പെട്ടെന്ന് ഫോണിൽ ഇങ്ങനെ നോക്കത്ത് പോലും ഇല്ല, നോക്കാതെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന സംഭവമുണ്ട്. അതൊക്കെ ബോറായത്, അതൊന്നും വേണ്ടിയിരുന്നില്ല അങ്ങനെ. അതുപോലെ ത്രൂ ഔട്ട് ഇതിനകത്ത് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്, എല്ലാ സമയത്തും ഇല്ല, ചില സമയത്തൊക്കെ തന്നെ അതൊക്കെ വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള കാരണം പറയുമെങ്കിൽ നാഗാർജുന വില്ലനായിട്ട് തകർത്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ രജനീകാന്തിന്റെ കാര്യം പറയുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. വില്ലനായിട്ട് ഉടനീളം അദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസിനകത്ത് കാണാനിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം തന്നെ കിടിലനായിരുന്നു. അതുപോലെ ഉപേന്ദ്രയുടെ എൻട്രി കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലായിട്ട്. ഉപേന്ദ്ര കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യണമായിരുന്നു. അദ്ദേഹത്തിനും ഈ പറയുന്ന പോലെ എല്ലാ ഓറയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അത് ശരിയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ വില്ലന്മാരിൽ നമ്മളെ സൗബിനും ഉണ്ട്. സൗബിൻ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. തുടക്കത്തിൽ മോണിക്ക സോങ് ഒക്കെ ഉണ്ട്. മോണിക്ക സോങ്ങിലുള്ള സൗബിന്റെ ഡാൻസ് നമ്മൾ ഓൾറെഡി പിന്നെ ലിറിക്കൽ വീഡിയോ നമുക്ക് കണ്ടതാണ്. അതിനൊക്കെ കുറച്ചുകൂടി എക്സ്റ്റൻഡ് വേർഷനകത്തുണ്ട്. അതെല്ലാം അദ്ദേഹം കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മോണിക്ക സോങ് പ്ലേസ് ചെയ്തതും അത്ര ബെറ്റർ ആയിട്ടുള്ള ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയൊക്കെ സമ്പന്നമായിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെയും സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നതും, സ്റ്റോറി അല്ല, ആ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ചില സമയത്തൊക്കെ കുറച്ച് ഓവർ ആവുന്നില്ല എന്നുള്ളത് തോന്നുന്നു. കാരണം ഈ ഫൈറ്റ് സീനിലൊക്കെ തന്നെ ഒരുപാട് ഇങ്ങനെ ഈ പറയുന്ന പോലെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ എനിക്ക് മാത്രം തോന്നിയാവാം, ഞാൻ മാസ് കാണിക്കണം, അതിനു വേണ്ടിയിട്ട് അങ്ങനെ രീതിയിലുള്ള ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒരു പ്രതീതിയാണ് എനിക്ക് ഫൈറ്റ് സീൻ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ അൻപർ മാസ്റ്റേഴ്സിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒന്നും എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഇതിനകത്ത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നി. അതുപോലെ ഈ പറയുന്ന അനിരുദ്ധിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അനിരുദ്ധിന്റെ BGM ഈ ഫൈറ്റ് സീനിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ത്രൂ ഔട്ട് എല്ലാ ഫൈറ്റ് സീനിലും കൂലി പവർ ഹൗസ് ഇത് തന്നെ എല്ലാ ഫൈറ്റ് സീനിലും. അപ്പൊ അതേ സമയത്ത്
ഈ ഡ്രാമയ്ക്ക് പ്രാധാന്യമുള്ള സംഗതികളുണ്ടല്ലോ. ചില സമയത്ത് ഇങ്ങനെ 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 അന്വേഷിക്കുന്ന സമയത്തായിക്കോട്ടെ, സംസാരിക്കുന്ന സമയത്ത്, ആ സമയത്ത് വളരെ ലോ വോളിയത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുത്തേക്കുന്നത് അതൊക്കെ കിള്ളായിട്ടുണ്ട്. അതൊക്കെ കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷേ എല്ലാ ഫൈറ്റ് സീനിലും ഈ പറയുന്ന ഒരേ തരത്തിലുള്ള ബീജം തന്നെ. അത് അത് വേണ്ടിയിരുന്നില്ല, അത് കുറച്ച് മാറ്റി പിടിക്കാമായിരുന്നു. ശ്രുതി ഹാസന്റെ അഭിനയം എന്ന് പറയുന്നത് വളരെ വളരെ ലോ ആയിട്ടുള്ള, വളരെ അമച്വറിഷ് ആയിട്ടുള്ള അഭിനയമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അവര് ഈ സലാറിനകത്തൊക്കെ ചെയ്ത പോലെ അഭിനയിച്ച് നമ്മളങ്ങ് വെറുപ്പിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അഭിനയം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവർ കരയുന്ന സീനിലായിക്കോട്ടെ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സീനിലൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും ബെറ്റർ ആയിട്ട് സൗബിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടിയുണ്ട്. അവരുടെ പെർഫോമൻസ്, അവർ കരയുന്ന സമയത്തൊക്കെ അത് കുറച്ചും കൂടി റിയൽ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ശ്രുതി ഹാസൻ പോരായിരുന്നു, കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. സൗബിൻ ഞാൻ വിചാരിച്ചത് സൗബിനെ കുറച്ചു നേരം ഉണ്ടായിരിക്കത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ തുടക്കം തൊട്ട് അവസാനം വരെ സൗബിന്റെ ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ വില്ലനിസം കിഡിലിനായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാം കൊണ്ടും സൗബിന്റെ ക്യാരക്ടർ ഒരു നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡാൻസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഫൈറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, അദ്ദേഹം ഈ അലറി വിളിക്കുന്ന സീനിലൊക്കെ തന്നെ അദ്ദേഹം കിഡിലിനായിട്ട് അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. സൗബിൻ ഈ സിനിമയ്ക്ക് അത് പൊളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. കഥയില് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷെ ട്വിസ്റ്റുകളൊന്നും തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. അതുപോലെ പിന്നെ ഈ പറയുന്ന ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്കും ഒരു സുഖം തോന്നിയില്ല. ഒരു ഇന്റർവെൽ ബ്ലോക്ക്, ഒരു സാധാരണ പോലെ ഒരു ഇന്റർവെൽ ബ്ലോക്ക്, അതല്ല നമ്മൾ ഈ വിക്രത്തിനകത്ത് കണ്ട പോലെയുള്ള ഒരു മാരക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ബ്ലോക്ക്, അത്രേ ഉള്ളൂ. അതിനകത്ത് അത് കണ്ടിട്ട് സെക്കൻഡ് ഹാഫ് കാണാനായിട്ടൊരു ത്വരൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. ഈ സിനിമ കാസ്റ്റിന്റെ റിച്ച്നെസ് കൊണ്ടും ഒക്കെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ സ്റ്റോറി വൈസ് അത്ര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. പിന്നെ ഒരുപക്ഷെ ഓവർ എക്സ്പെക്ടേഷൻ കൊണ്ടായിരിക്കാം. കാരണം ലോകേഷ് കനകരാജ്, അതാത് ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ഇത്രയും വലിയ വലിയ ആളുകൾ, ഇതെല്ലാം കൊണ്ട് കുറച്ച് പ്രതീക്ഷ ഉണ്ടായത് കൊണ്ടായിരിക്കാം നമുക്കൊരു പിന്നെ ലോകേഷ് കനകരാജ് എന്നുള്ള ഒറ്റ പേര് മതിയല്ലോ. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ ഈ പറയുന്ന വിക്രം ആയിക്കോട്ടെ, കൈദി ആയിക്കോട്ടെ, ലിയോ ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും ലോകേഷ് കനകരാജിന്റെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം ഈ സിനിമയ്ക്ക് അതെനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഒരു നിരാശയാണ്. ഇത് എന്തായാലും മൊത്തത്തിലൊരു നിരാശ എന്ന് പറയാൻ പറ്റത്തില്ല, പകുതി നിരാശയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഇതിനകത്ത് രജനീകാന്തിന്റെ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക്. ആ ഫ്ലാഷ് ബാക്കിൽ രജനിയെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് കിടിലനായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കറക്റ്റ് ആ ഒരു പഴയ എങ്ങനെയാണോ ലുക്ക്, ആ ലുക്കിലുള്ള രജനീകാന്ത് എല്ലാം കൊണ്ട്, ബോഡി ഷേപ്പ് കൊണ്ടും അദ്ദേഹം സംസാരിക്കുന്ന രീതി കൊണ്ടും എല്ലാം തന്നെ. പിന്നെ ആ സമയത്ത് ആ ഫ്ലാഷ് ബാക്ക് പോർഷൻ കാണിക്കുന്ന സമയത്ത് അവരിട്ടുന്ന സൗണ്ടും പിന്നെ ഈ പറയുന്ന സ്ക്രീനിൽ പഴയ ഗ്രെയിൻസ് വരുന്ന പോലുള്ള എഫക്റ്റും എല്ലാം കിടിലനായിരുന്നു. സൗണ്ടും അന്ത കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഓഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്ന അതുകൂട്ടുള്ള ഒരു സൗണ്ട്, അപ്പൊ അതെല്ലാം തന്നെ കിടിലനായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ചില കാര്യത്തില് നമ്മുടെ സമൂഹം ഇപ്പോഴും പഴയ രീതിയിലുള്ള ചിന്താഗതി പിന്തുടരുന്നതാണല്ലോ. അങ്ങനെ നമ്മുടെ സമൂഹം മാറാത്ത പഴയ രീതിയിലുള്ള നമ്മുടെ ആ ഒരു കൾച്ചറിന്റെ, അതായത് കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പഴഞ്ചൻ ചിന്താഗതിയുടെ ഒരു ഐഡന്റിറ്റി വിളിച്ചോതുന്ന സീനുകളും അതുപോലത്തെ ഡയലോഗുകളും ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. അതൊക്കെ മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമല്ല, അങ്ങനെയുള്ള സംഭവം ഇതിനകത്തല്ല ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കി ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ചെയ്യാമായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പകുതി നിരാശയായിട്ടുള്ള ഒരു സിനിമയാണ് കൂലി, മിസ്റ്റർ ലോകേഷ് കനകരാജ്. കൂലി പവർ ഹൗസേ.